കാത്തു നിന്നത് വെറുതെ ആയല്ലോ കുട്ടി. അയാൾ ഇനിയും വന്നില്ലല്ലോ. മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടക്കില്ല. പോയ മാത്രകൾ സ്നേഹയാത്രയിൽ തന്നൊരി നിറങ്ങളൊന്നായി മായ്കയോ നീലരാവിതൾ തേടുമീ മനം ഏകതാരമായി എരിഞ്ഞേ തീരുമോ കാണാത്ത ദൂരമായ ഗന്നുവോ മോഹങ്ങൾ ഈ യാത്രയിൽ നാം എന്തിനോ നിന്നോർമ്മയിൽ നീറുന്നു ഞാൻ ഇന്നെന്തിനോ എൻ ജീവനേ വാ, വാ, നീ വാ. മനസ്സിൽ മറ്റൊരാളെ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് എന്തിനാവും ഗിരിയേട്ടനായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായത്? എങ്ങനെയെങ്കിലും അതൊന്ന് ചോദിച്ചറിയണമല്ലോ. ചേച്ചി, എന്താ റാണി? എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? അത് ചേച്ചിയുടെ മനസ്സില് റാണി, ആ റാണി, നീ ഇവിടെ നിൽക്കാറുന്നല്ലേ? എന്താ റാണി, എന്താ പരിപാടി? ഏട്ടത്തമ്മ ഒറ്റയ്ക്ക് മണിയടിക്കാൻ നോക്കല്ലേ? കൊള്ളാം. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിന്റെ ആ പ്ലാൻ നടക്കില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. പാറുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പാറുവും ഗിരിയേട്ടനുമായിട്ടുള്ള കല്യാണം നടന്നു കാണാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ചതാണെന്നറിയോ? അച്ഛാ, മരിച്ചുപോയാ പിന്നെ ഇങ്ങനെയല്ലേ പടത്തില് മാലയിട്ട് വെക്കണ്ടേ? ഇവളെ കൊന്നിട്ട് വേണമായിരുന്നു ഇതെല്ലാം. പാഴായ സദ്യവട്ടങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ കുഴിവെട്ടി മൂടി. അച്ഛാ, പല ഭാഗത്തുനിന്നും ധാരാളം കോളുകൾ വരുന്നുണ്ട്. കല്യാണം എങ്ങനെ മുടങ്ങിയെന്ന് അറിയണം. പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു ഞാൻ മടുത്തു. സത്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കള്ളം പറയാനാവില്ലല്ലോ. ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നു നിനക്ക്. എന്തിനാ എല്ലാരോടും മറുപടി പറയാൻ നിൽക്കുന്നേ? ഒരുത്തനൊന്ന് വീണാൽ ആഘോഷിക്കാൻ നിൽക്കുന്നവരാണ് ചുറ്റിനെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഓഫ് ചെയ്ത് വെച്ചു. അതിനു മുമ്പ് ഇന്ദ്രനെയും വിശ്വേട്ടനെയും ഞാനൊന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവർ ഫോൺ എടുത്തില്ല അച്ഛാ. നമ്മളെ പോലെ തന്നെ വല്ലാത്ത അപമാനമല്ലേ അവരും നേരിട്ടത്. അതിന്റെ ദേഷ്യവും വിഷമവും അവർക്കും കാണാതിരിക്കുവോ? അച്ഛാ, അവര് നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയെങ്കിലും നമുക്ക് അവരെങ്ങനെയെങ്കിലും മറക്കാനാവില്ലല്ലോ. ബിസിനസ്സിൽ അവർ നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലേ. ചൂടൊന്നു മാറട്ടെ, നമുക്ക് അവരെ കാണണം. കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി നമുക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം.
വിവാഹം നടത്താൻ ഉദ്ദേശിച്ചത് തന്നെ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാ. വിവാഹം മുടക്കിപ്പോയെങ്കിലും ഞാൻ മനസ്സിൽ കണ്ട ആ ലക്ഷ്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കണം. അതെന്റെ ഒരു വാശിയാ. അവരെന്നേക്കുമായി നമ്മളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതൊരിക്കലും സംഭവിക്കില്ല. എന്ത് വില കൊടുത്തും പത്മനാഭൻ അവരെ കൂടെ നിർത്തിയിരിക്കും. ഗിരിയെ തീർത്താ മതി. അവര് കൂടെ നിൽക്കും. നമ്മളെ അവരെ അപമാനിച്ച ഗിരി ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പാഴായ സദ്യവട്ടങ്ങൾ പറമ്പിൽ കുഴിച്ചു മൂടിയ പോലെ